നമ്മൾ ആദ്യം സംസാരിക്കുന്ന വിഷയം ഇറാനിലെ വാർ അപ്ഡേറ്റ് തന്നെയാണ്. ഇറാൻ്റെ സൈനിക ശേഷി ഏതാണ്ട് സമ്പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നും ഇനിയൊരു യുദ്ധത്തിന് ഇറാന് ശേഷിയില്ല എന്നുമാണ് ഇസ്രായേലും അമേരിക്കയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ. പക്ഷേ ഇത് പറഞ്ഞ് യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു, ഇറാന് തീർത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷവും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെന്നാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള യുദ്ധോപകരണങ്ങളൊന്നായിട്ടുള്ള അവരുടെ F-35 വിമാനം ഇന്നലെ കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടു. ഒരു ഹെലികോപ്റ്റർ തകർത്തു. അവരുടെ പൈലറ്റിലെ ഒരാളെ കാണാനില്ല, രണ്ടുപേരെ അവർ രക്ഷിക്കുകയും ചെയ്തു. 1000 കോടിയോളം വില വരുന്ന, ലോകത്ത് ഒരു റഡാറിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വിമാനവേധ തോക്കിൻ്റെയും മുൻപിൽ ചെന്ന് പെടില്ല എന്ന് അമേരിക്ക ഉറപ്പിച്ചു പറയുന്ന വിമാനങ്ങളാണ് വെടിവെച്ച് വീഴുന്നത് എന്നത് കാണുക. ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ പല ടാർഗറ്റുകളിലേക്കും ഇറാൻ ഇപ്പോഴും മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. തകർത്തു എന്ന് അമേരിക്ക പറയുന്ന പല ലോഞ്ചറുകളും പുനഃസ്ഥാപിച്ചുവെന്ന് ഇറാൻ്റെ ഒഫീഷ്യൽ മീഡിയ ഇപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം അങ്ങനെ ഇറാനെ സൈനികമായി വേഗം തകർത്ത് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം വലുതായിക്കൊണ്ടിരിക്കുന്നു. അത് GCCയിലെ ചില പ്രധാന ടാർഗറ്റുകൾ ഞങ്ങളുടെ പോസിബിൾ ടാർഗറ്റുകളാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ GCCയിലെ UAE ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ലോകത്തിന് വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ കാണാം. അമേരിക്ക അതിവേഗത്തിൽ വിജയിക്കാൻ ഒരിക്കലും കഴിയാത്ത വിധത്തിലുള്ള യുദ്ധമായിട്ട് എന്തായാലും അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ ഇറാൻ അതിൻ്റെ കുറച്ചുകൂടി സംഹാര രൂപം കാണിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇറാൻ്റെ മിസൈൽ ശേഷിയൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നശിച്ചു. ഇനിയിപ്പോൾ അവർക്ക് ചെറിയ ചെറിയ പൊട്ടാസുകൾ പൊട്ടിക്കാനേ കഴിയൂ എന്ന മട്ടിലാണ് അമേരിക്ക പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇറാൻ പിന്നെയും വലിയ സംഗതിയിലെടുത്തിരുന്നു, വലിയ തോതിലുള്ള വിമാനാക്രമണങ്ങൾ നടത്തുന്നു. എന്തായിരിക്കും നമ്മൾ കമ്മിങ് ഡേയ്സിൽ ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതി? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു അസിമെട്രിക് വാർഫെയർ ആണ്. ഒരു വലിയ വൻ ശക്തി, അത്ര ശക്തിയില്ലാത്ത ഒരു രാജ്യം തമ്മിലുള്ള യുദ്ധമാണ്. ഇത്തരം യുദ്ധങ്ങളിലുള്ളൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ദുർബലനുള്ള അഡ്വാൻറ്റേജ് അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പോൾ ഇറാൻ നേർക്ക് നേരെ ഇസ്രായേലിനെ അമേരിക്ക യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇസ്രായേലിനല്ല, ഇറാനെന്നല്ല, ഒരു രാജ്യത്തിന് സാധിക്കില്ല ഇന്ന് ലോകത്ത്. കാരണം ലോകത്തെ ഏറ്റവും വലിയ 2 സൈനിക ശക്തികളാണ് ഒരുമിച്ച് ചേർന്നൊരു രാജ്യത്തെ ആക്രമിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജി എന്നാണ് ഇപ്പോൾ അവസാന ദിവസങ്ങളിൽ നോക്കുക, ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായിലെ അമേരിക്കൻ താല്പര്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓറക്കിളിൻ്റെ ഓഫീസ് ആക്രമിച്ചിരിക്കുന്നതിലെ അവരുടെ സാമ്പത്തിക ഇൻട്രസ്റ്റുകളെ, സാമ്പത്തിക താല്പര്യങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, സൗദി, ഖത്തർ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നത് കുറച്ചിട്ട് ഇപ്പോൾ UAE മാത്രമാണ്. കാരണം UAEയിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉള്ളത്. അവിടെ തുടക്കം മുതൽ തന്നെ ഇപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിത്ത് ഹോർമുസ് കടലെടുക്കുക, അടച്ചിടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇറാനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. അല്ലാതെ യുദ്ധം ചെയ്ത് അമേരിക്കയും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ നോക്കുക, അമേരിക്ക കൂടുതൽ പ്രിപ്പയർഡായിട്ട്, ഒരു ചെറിയ ഇടവേളയ്ക്ക് കൂടുതൽ പ്രിപ്പയർഡായിട്ട് കൂടുതൽ മറീൻസിനെ കൊണ്ടുവരുന്നു, കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും കൊണ്ടുവരുന്നു. അവർ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതൊരു എൻഡ് ഗെയിമാണ്. അത് ഇറാനെ തീർക്കാൻ പോവുകയാണെന്ന് അവർക്കറിയാം. അവരെ മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അമേരിക്കൻ താല്പര്യങ്ങളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രജക്ടറി മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറിയിട്ടുണ്ട്, തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ധാരാളം സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുന്നു, ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇന്നലെയും ന്യൂക്ലിയർ സൈറ്റ്, ബൂഷാർ ന്യൂക്ലിയർ സൈറ്റ് ആക്രമിച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധത്തിനിടയ്ക്ക്, യുദ്ധത്തിൻ്റെ യൂഫോറിയയുടെ ഇടയ്ക്ക് നമ്മൾ മറന്നുപോകും ചില കാര്യങ്ങളൊക്കെ. ഇപ്പോൾ യുക്രൈൻ്റെ റഷ്യൻ ഇൻവേഷൻ ഓർക്കുന്നുണ്ടാവും 2022. നമ്മളെല്ലാവരും ആശങ്കാകുലരായിട്ട് വാർത്ത ചെയ്തത് യുക്രൈനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ സൈറ്റിന് മുമ്പിൽ റഷ്യൻ ഡ്രോണോ മിസൈലോ വന്ന് വീണു. എന്തൊരു ഇതായിരുന്നു, എന്തൊരു ആശങ്കയായിരുന്നു. നമ്മുടെ ന്യൂസ് റൂമിൽ പോലും വലിയ ആശങ്കയാണ്, മറ്റൊരു ചെർണോബിൽ ആവർത്തിക്കുമോ എന്നൊക്കെയായിരുന്നു മലയാളം ടെലിവിഷൻ ചാനലുള്ളവർ ചോദിച്ചുകൊണ്ടിരുന്നത്. സാപ്പോരിഷ ന്യൂക്ലിയർ സൈറ്റ്, സാപ്പോരിഷ യുക്രൈനിലാണ്. വലിയ ഹെഡിങ്ങൾ വരുന്നു, സാപ്പോരിഷ ആക്രമിക്കപ്പെട്ടു, ഖനജലം ലീക്കായോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളായിരുന്നു ലോകം മുഴുവൻ. ഇറാൻ്റെ എത്ര ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കപ്പെട്ടത്? ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോ ഒന്നും വേണ്ട, UN എന്ന് പറയുന്നൊരു സാധനം. ഇപ്പോൾ ഗസ യുദ്ധത്തിൻ്റെ സമയത്ത് UN എവിടെയെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ UN എന്ന് പറഞ്ഞാൽ ആരും ആലോചിക്കുന്ന പോലുമില്ല അതിനെക്കുറിച്ച്. ആൻ്റോണിയോ ഗുട്ടറസ് എന്ന പേര് എവിടെയെങ്കിലും വാർത്തയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്? ഒന്നുമില്ല, ഒന്നും വരുന്നേയില്ല. അപ്പോൾ UN ഒബ്സലീറ്റായി കഴിഞ്ഞു. ഗസ വാറിൻ്റെ സമയത്ത് എല്ലാവരും പറഞ്ഞു UN അപ്രസക്തമായ ഒരു ബോഡിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത് യഥാർത്ഥ്യമായി കഴിഞ്ഞു. UN അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. വെസ്റ്റ് എന്ന് നമ്മൾ പൊതുവെ പറയുന്ന വെസ്റ്റേൺ മൂല്യങ്ങളുണ്ടല്ലോ, വെസ്റ്റേൺ മൂല്യങ്ങൾ നമ്മൾ യുക്രൈനിൽ കണ്ടു. യുക്രൈനിലെ ബ്ലൂ ഐഡ് ബ്ലോണ്ട് ആളുകൾ പലായനം ചെയ്തപ്പോൾ വിഷമിച്ച BBC അവതാരകരെയൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അൽ ജസീറയുടെ ആങ്കറായിരുന്നു അത്.
പക്ഷേ ബ്രിട്ടീഷ് ആങ്കർ ഇംഗ്ലീഷുകാരനായിരുന്നു ആങ്കർ. ബ്രിട്ടീഷുകാരൻ അയാൾ വിലപിക്കുകയാണ്. എങ്ങനെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയും ഇങ്ങനെ നീലക്കണ്ണുകളുള്ള ആളുകൾ പലായനം ചെയ്യുന്ന കാഴ്ച? ഏതെങ്കിലും അറബ് രാജ്യത്തു നിന്നും കാണുന്ന കാഴ്ചയല്ല. എങ്ങനെ കണ്ടിരിക്കാൻ കഴിയുമെന്ന് വിലപിച്ച ആളുകൾക്ക് ഇറാനിലോ ഗസയിലോ ഒന്നും ഒരു പ്രശ്നമല്ല. ഇത് നോക്കൂ, ഇന്ന് അറ്റാക്ക് ചെയ്യപ്പെട്ടുള്ള ഇറാനിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, മരുന്നുണ്ടാക്കുന്നത്. എന്തായിരിക്കും എൻ്റെ ഉദ്ദേശം? കുഞ്ഞുങ്ങളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, സ്കൂളിൽ പോകുമ്പോൾ ഇസ്രായേൽ പോലല്ല, അമേരിക്കയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി ഈ വെസ്റ്റേൺ വാല്യൂസിനെ പറ്റിയൊക്കെ ഗീർവാണങ്ങൾ മുഴക്കുന്ന ആൾക്കാർക്ക് വെറുതെ മിണ്ടാതിരിക്കുകയാണ്. പാശ്ചാത്യ മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ന്യൂക്ലിയർ സൈറ്റിനൊക്കെ ബോംബിടുമ്പോൾ മിണ്ടാതിരിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവരുടെ മുമ്പിൽ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ നേതൃത്വത്തിന് അറിയാം ഇത് അവരുടെ അവസാനത്തെ യുദ്ധമാണ്. ഈ യുദ്ധം ജയിച്ചാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ജയിച്ചില്ലെങ്കിൽ ഇറാൻ ഇപ്പോഴത്തെ റെഷീം തീരും, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗതയും തന്നെ മാറും. അതെന്തായി മാറുമെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നാളെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ പഹ്ലവിയെ ഇറക്കുമതി ചെയ്തോ അതൊരു അമേരിക്കൻ നിലവിൽ ഇറാഖുള്ളതുപോലെ മാറ്റിയെടുക്കാനായിരിക്കും ശ്രമം. പക്ഷേ അത് ഇറാഖിൽ എന്താണ് സംഭവിച്ചുകൊണ്ടത്, ഈ അമേരിക്കയുടെ അധിനിവേശത്തെ തുടർന്ന് ഇറാഖിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അമേരിക്ക അവിടെ വാല് കുടുങ്ങി കിടക്കുകയാണ്. അവരവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു. ഇപ്പോൾ ആദ്യം ആക്രമിക്കപ്പെടുന്നത്, ഇറാൻ ആക്രമിക്കുന്നത് ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയാണ്. അപ്പോൾ ഇറാൻ അങ്ങനെ കീഴടക്കാൻ പറ്റുന്ന ഒന്നാണോ? യുദ്ധം ചെയ്ത ആളുകളെ കൊന്ന് റെഷീം ചേഞ്ച് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് പറയാം അത് സാധ്യമേ അല്ല. അതായത് കുറേ അധികം ബോംബിട്ട് കുറേ അധികം ആളുകൾ കൊന്ന് കുറേ ഇൻഫ്രാസ്ട്രക്ചർ തകർത്ത് സ്കൂളിന് ബോംബിട്ട് ന്യൂക്ലിയർ സൈറ്റിന് ബോംബിട്ടുകൊണ്ട് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ ഭരണകൂടത്തിൻ്റെ സ്ട്രക്ചർ തന്നെ വേറെയാണ്. ഒരു ഏകാധിപതിയെ കൊന്ന് ഭരണകൂടം മാറ്റുന്ന രീതിയിൽ ഇപ്പോൾ ലിബിയയിലോ ഇറാഖിലോ കണ്ടതുപോലെ ഇറാനിൽ സാധ്യമേ അല്ല എന്നുള്ളത് ഈ ദിവസം കൊണ്ട് തെളിഞ്ഞതാണ്. കാരണം അവരുടെ ആയത്തുള്ളയെ വധിച്ചതിന് ശേഷം പുതിയ ആയത്തുള്ള വന്നു. ആയത്തുള്ള എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അയാളാണോ കമാൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. അയാളെ പറ്റിയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ. അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അല്ലാതെ അയാൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അയാളെ കൊല്ലാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ യുദ്ധം തീർക്കേണ്ട ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇറാൻ്റേതല്ല. ഇന്ന് തന്നെ അബ്ബാസ് അറാക്ചി പറയുന്നുണ്ട്, ഞങ്ങൾ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യുന്നില്ല എന്നാലും കരുതുന്നത് തെറ്റാണ്. പാകിസ്ഥാനെ ഞങ്ങൾ വിലമതിക്കുന്നു. കാരണം പാകിസ്ഥാനാണ് ഇതിൽ ബ്രോക്കർ ചെയ്യുന്നത്. ഞങ്ങൾ അവരോട് സംസാരിക്കും. പക്ഷേ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം എന്നത്തേക്കുമായി അവസാനിപ്പിക്കാനുള്ള ഡീൽ, അതാണ് ഞങ്ങൾ അവരോട് സംസാരിക്കുന്നത്. എന്തൊക്കെ വ്യവസ്ഥകളിൽ മേൽ യുദ്ധം നിർത്താം എന്നാണ് ഞങ്ങൾ അവരോട് സംസാരിക്കുന്നത്. കാരണം ഇനി ഒരിക്കലും ഞങ്ങളുടെ മേൽ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് മാത്രമേ ഞങ്ങൾ അവരോട് സംസാരിക്കുന്നുള്ളൂ. അബ്ബാസ് അറാക്ചി മറ്റൊരു കാര്യം കൂടി പറയുന്നു, സൗദി അറേബ്യയെക്കുറിച്ച് പറഞ്ഞു. സൗദി അറേബ്യ ഞങ്ങളുടെ ബ്രദർലി നേഷനാണ്. ഞങ്ങൾ അവരെ അല്ല ആക്രമിച്ചിട്ടുള്ളത്, ഞങ്ങൾ ആക്രമിക്കുന്ന അമേരിക്കൻ താവളങ്ങളെയാണ്. അതിനർത്ഥം ഞങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവസാന അമേരിക്കൻ സൈനിക കേന്ദ്രത്തെയും അവിടെ നിന്ന് പുറത്താക്കുക, അതാണ് മേഖലയിലെ സമാധാനത്തിന് നല്ലതെന്ന് കൂടി അബ്ബാസ് അറാക്ചി പറയുന്നു. അതായത് ഇറാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്, ഈ യുദ്ധം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ഞങ്ങളിൽ മാത്രമല്ല, അമേരിക്കൻ ജനങ്ങളിലും. അത് പീറ്റ് ഹെഗ്സെത്തിനെ പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. പീറ്റ് ഹെഗ്സെത്തിൻ്റെ വളരെ അടുത്ത ഒരാൾ ഒരു ഡിഫൻസ് കോൺട്രാക്ട്, ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഡിഫൻസ് കോൺട്രാക്ട് നേടിയതിനെക്കുറിച്ച് ഉള്ളൊരു വാർത്ത ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് അബ്ബാസ് അറാക്ചി പറയുന്നത്, ഞങ്ങളുടെ മേൽ മാത്രമല്ല അമേരിക്കൻ ജനങ്ങളുടെ മേലും യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിരന്തരം അദ്ദേഹം ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം ഇറാനെ സംബന്ധിച്ച് ഇറാൻ നിലനിൽക്കുമോ വിജയിക്കുമോ യുദ്ധം അമേരിക്ക, ഞാൻ പറയുന്നത് ഗസയിൽ നമ്മൾ കണ്ടതുപോലെ ഗസയിലെ യുദ്ധത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഹമാസിനെ ഡിസ്മാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ യുദ്ധം അവസാനിച്ചെങ്ങനെയാണ്? ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു, ഹമാസ് അവിടെ തന്നെ നിൽക്കുന്നു. ഹമാസിനെ പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അവർ ദുർബലരായിട്ടുണ്ടാവും. ഹമാസ് തന്നെയാണ് ഇപ്പോഴും ഗവൺ ചെയ്യുന്നത് അവിടെ. ബോർഡ് ഓഫ് പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭരിക്കാൻ സമയം കിട്ടിയിട്ടില്ല ട്രംപ് അദ്ദേഹം ഇറാൻ ആക്രമിക്കാനാണ് പോയത്. ഇറാനെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുക, ഇറാനിലൊരു വർഷം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം നടക്കുക, അല്ലെങ്കിൽ 2 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം നടന്നാലും കുറേ ആളുകൾ മരിക്കും, ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കും, കുറേ കെട്ടിടങ്ങൾ തകരും. അല്ലാതെ അവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അവർ വിഡ്രോ ചെയ്യേണ്ടി വരും. അതിനപ്പുറം ഇത് ജയിക്കാൻ പോകുന്ന ഒരു യുദ്ധമല്ല, മിലിറ്ററി പെർസ്പെക്റ്റീവിൽ ജയിക്കാൻ പോകുന്നൊരു യുദ്ധമല്ല എന്ന് അമേരിക്കയ്ക്കും അറിയാം. അവരും ഏത് വിധേനയും എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കി പുറത്ത് കടക്കണം എന്നുള്ള അവസ്ഥയിലാണ്. ഇനി മറ്റൊരു കാര്യം, അമേരിക്കയുടെ കഴിഞ്ഞ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലത്ത്, അതിന് മുമ്പുള്ള ചരിത്രമല്ല, കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്കൻ വിദേശ നയം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. ജപ്പാനിലാണ് ബോംബിട്ടതിന് ശേഷമാണ് അവർ പുറം രാജ്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങുന്നത്. ഇന്നേ വരെ ഇത്രയും ഒറ്റപ്പെട്ട ഒരു സമയം ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലെ കെയ്റ്റ് സ്റ്റാമർ UK പ്രൈം മിനിസ്റ്റർ പറയുന്നത് ട്രംപുമായിട്ടുള്ള ബന്ധം അമേരിക്കൻ UK ബന്ധത്തെ വളരെയധികം മോശമാക്കിയിരിക്കുന്നു. അതായത് ട്രംപും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം ബ്രിട്ടൻ ബന്ധത്തെ വളരെയധികം വഷളാക്കിയിരിക്കുന്നു. തിരിച്ച് വേറൊരു രീതിയിലേക്ക് പോകാൻ കഴിയില്ല. നാറ്റോ അംഗരാജ്യങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്തു എന്ന് പറയുന്നു.
അമേരിക്കയുടെ ഒരു യുദ്ധവിമാനത്തിൻ്റെ റീഫ്യൂൽ ചെയ്യാൻ പോലും ഞങ്ങളുടെ മണ്ണ് അനുവദിക്കില്ല എന്ന് സ്പെയിൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സ്പെയിനൊന്നും ഒരു വലിയ സൈനിക ശക്തിയല്ല. അതായത് അമേരിക്കയ്ക്ക് മുമ്പിൽ നാറ്റോ അംഗരാജ്യങ്ങൾ തന്നെ പോയി പണി നോക്ക് എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ട്രംപിൻ്റെ അവസ്ഥയാണ് ഇത് പറയുന്നത്. അമേരിക്കയുടെ വാല്യൂ ഇടിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് മിലിറ്ററി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇറാൻ തന്നെയാണ് പിന്നോട്ടടിച്ചിട്ടുള്ളത്. അവരാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ മേലാണ് ബോംബുകൾ ദിനേന വർഷിക്കപ്പെടുന്നത്. പക്ഷേ ഒരു സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇറാന് തന്നെയാണ് ഇപ്പോഴും വിജയം. പക്ഷേ ആ വിജയം എന്ന് പറഞ്ഞാൽ അതെന്തോ വലിയ നേട്ടമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കുറേ അധികം മനുഷ്യർ മരിച്ചിട്ട് ഞങ്ങളുടെ രാജ്യം നിലനിന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണകൂടം നിലനിന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യമൊന്നുമില്ല. മനുഷ്യൻ്റെ ജീവൻ തന്നെയാണല്ലോ വലുത്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് വിജയം എന്നാൽ എന്താണ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ആരുടേതാണ് വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയുക. സാറേ, ഇപ്പോൾ ഇതിനകത്ത് ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന നിലക്ക് മാത്രമല്ല എടുക്കാൻ പറ്റിയത്. ഈ റീജിയനെ ആകമാനം ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ നേരത്തെ അജൂസ് പറഞ്ഞ പോലെ GCCയിലെ അമേരിക്കൻ താല്പര്യങ്ങളെ ഞങ്ങൾ ഇനിയും ആക്രമിക്കുന്നു പ്രഖ്യാപിക്കുന്നു, കൂടുതൽ സാധനങ്ങൾ കൊണ്ടിടുകയാണ്. സോ നമ്മളെ എങ്ങനെയാണിത്, നമ്മൾ എന്തുമാത്രം ആശങ്കയോടെ കാണേണ്ട ഒരു ഡെവലപ്മെൻ്റ് ആണെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള റിപ്പർക്കഷൻസ് ലോകമെമ്പാടും ഉണ്ട്. ഇന്ത്യയും നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ വീക്ഷിക്കുന്നത്, ആശങ്കയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് അവശേഷിക്കുന്നു എന്നുള്ളതാണല്ലോ, എന്ത് അവശേഷിക്കുന്നു എന്നുള്ളതായിരിക്കും ഇനിയുള്ള ഇറാൻ അല്ലേ. അതിൽ പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ വിൽ പവർ എന്ന് പറയുന്ന സംഗതിയെ അല്ലെങ്കിൽ അവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഇറാനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വലിയ സംഗതി അവിടെ ബാക്കി നിൽക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ട്രംപ് തന്നെ പലപ്പോഴായിട്ട് മാറ്റിക്കളഞ്ഞിട്ടുണ്ട് അല്ലേ. എൻ്റെ ഏറ്റവും ഒടുവിലത്തതാണ് കഴിഞ്ഞ ദിവസത്തെ ശിലായുഗത്തിലേക്ക് ഇറാനെ തള്ളിവിടും എന്ന് പറയുന്ന സംഗതി. എന്താണ് ശിലായുഗം? ഈ ശിലായുഗത്തിലേക്ക് ഇറാനെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് പറയുമ്പോൾ ഈ അഡ്വാൻസ് ചെയ്ത ഒരു ഇറാൻ്റെ, ശരിയാണ് ഈ പറഞ്ഞ ഒരുപാട് ഡാമേജ് ഇറാന് വരുത്തി വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ശിലായുഗം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇറാൻ ഇല്ല അല്ലേ, ഇറാൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും അമേരിക്കയ്ക്ക് ഇനി എത്ര തന്നെ ബോംബിംഗ് ഉണ്ടായിക്കഴിഞ്ഞാലും സാധ്യമാവില്ല എന്നത് ഇതിനകം തെളിയിക്കപ്പെട്ടു. പക്ഷേ നമുക്ക് 2 ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ചിടാനുള്ള ഒരു ഉപകരണശേഷി തന്നെ, ആയുധശേഷി തന്നെ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് ഇറാനിൽ എന്ന് പറയുന്നത് തന്നെ വലിയ അതിൻ്റെ പരിസരത്ത് പോലും അമേരിക്കയ്ക്ക് പോകാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ആയുധശേഷി എന്ന് പറയുന്നപ്പോൾ മിസൈൽ ശേഷി തന്നെ ഈ പറയുന്നത് ഒരു 1/3 ഭാഗം എന്നാണ് അമേരിക്കൻ വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നത്. 1/3 ഭാഗം മാത്രമേ ഇപ്പോൾ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിച്ചിട്ടുള്ളൂ എന്നാണ്. അല്ലാതെ ഞങ്ങൾ നേടേണ്ടത് മുഴുവൻ നേടുന്നു എന്ന് പറയുന്ന ഈ അവകാശവാദങ്ങളെ അമേരിക്കൻ വ്യാഖ്യാനങ്ങൾ തന്നെ തള്ളിക്കളയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ട്രംപിൻ്റെ ഒരു താല്പര്യപ്രകാരമല്ലാതെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യപ്രകാരമല്ലാതെ മറ്റൊരു തരത്തിലും ഇത് എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ കാണിക്കുന്ന ഈ വിൽ പവർ അല്ലെങ്കിൽ അവർ ആ മൈറ്റ് അത് എന്ന് പറയുന്നത് ലോകം തന്നെ യുദ്ധത്തിനെതിരെ കാണിക്കുന്ന ഒരു മൈറ്റാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത് അത്രയും പിടിക്കാനും അത്രയും ഇതിനോട് പൊരുതാനുമുള്ള കാരണം ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത് അതാണ്. ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ രാജ്യവും ഇത് ആഗ്രഹിക്കുന്നില്ല, ഒരു സഖ്യകക്ഷിയും ഇതിനോട് ചേരുന്നില്ല. ഇപ്പോൾ സ്പെയിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ല, ഇറ്റാലിയൻ അതോറിറ്റി അവിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കൊന്നും ഇതിൻ്റെ ഈ സ്പിരിറ്റിനോടോ ഈ പറയുന്ന കാര്യങ്ങളോടോ യാതൊരു തരത്തിലും യോജിച്ച് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ലോകത്തെ ഒരു രാജ്യവും തന്നെ ഇതിൻ്റെ ഒരു സ്പിരിറ്റിനൊപ്പം അല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര നാൾ എന്ന നമ്മുടെ ഒരു പതിവ് ചോദ്യത്തിന് അമേരിക്കൻ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഉത്തരങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാനാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്ന നിലയിലേക്കാണ് ഇപ്പോഴെത്തിച്ചേർന്നിട്ടുള്ളത്. അത് കണ്ടു തന്നെ അറിയാം. എനിക്ക് തോന്നുന്ന ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഏത് സാഹസികമായ ഒരു അറ്റംപ്റ്റ് അമേരിക്കൻ ഭാഗത്ത് ഇപ്പോൾ കരയുദ്ധം എന്ന നിലയിൽ തന്നെ അവർ നീങ്ങുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഇത് ലോകത്തിൻ്റെ
എന്താ പറയുക, അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു വിചാരങ്ങളുടെയോ അല്ലെങ്കിൽ അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു വളരെ ശക്തമായ ഒരു വികാരത്തിൻ്റെയും ജ്വലനത്തിന് മാത്രമേ ഇത് കാരണമാവുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ അതൊരിക്കലും ഇറാൻ്റെ ശേഷിയെയോ ഇറാൻ്റെ ആ വിൽ പവറിനെയോ നശിപ്പിച്ചുകൊണ്ട് അവസാനിക്കാൻ പോകുന്ന ഒന്നല്ല. അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു വികാരം ലോകം മുഴുവൻ ബാക്കിയാക്കുന്ന ഒരു യുദ്ധം തന്നെയായിരിക്കും എന്നതിൽ പറയേണ്ടി വരും. യെസ്, എന്തായാലും അമേരിക്കയും ഇറാനും നടത്തുന്ന യുദ്ധം അത് അവസാനിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. ഏകപക്ഷീയമായ ഒരു യുദ്ധമല്ല. പ്രത്യാക്രമണത്തിൻ്റെ സ്വഭാവം നമ്മളെ കൂടുതൽ ആശങ്കാകുലരാക്കുന്നതാണ്. കാരണം ആ പ്രത്യാക്രമണം കൂടുതലും വരുന്നത് GCC രാജ്യങ്ങളിലേക്കാണ്. കേരളത്തിൻ്റെ ഒരു ഭാഗം മനുഷ്യരാൽ അവിടെ കിടക്കുകയാണെന്ന് നമുക്കറിയാം. വലിയ തൊഴിൽ മേഖലയുള്ള സ്ഥലമാണ്. സമ്പദ് വ്യവസ്ഥ നമ്മളുമായിട്ട് ബന്ധിതമാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഗതികൾ ഓൾറെഡി പല സ്ഥലത്തും ഇമ്പാക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നു. സോ ഈ യുദ്ധം വികസിക്കുന്നതിനെക്കുറിച്ചുള്ള ഓരോ വാർത്തയും ആ നിലയ്ക്കുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പ്രത്യേകമായി പറയണമെന്ന് കൂടി തോന്നുകയാണ്.